അറിയപ്പെടാൻ മുറിച്ചു നൽകുന്ന ദിവ്യ സ്നേഹകാരുണ്യമേ, അൾത്താരയിൽ നിന്നും അകതാരിലേക്ക് ഒഴുകും സ്നേഹപ്രവാഹമേ, ഒഴുകും സ്നേഹപ്രവാഹമേ. എനിക്കു നൽകപ്പെട്ട വരദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം ദിവ്യബലി അർപ്പണമാണ്. ദൈവം തൻ്റെ സ്നേഹാതിരേകത്താലാണ് ഈ രഹസ്യം സ്ഥാപിച്ചത്. അതുകൂടാതെ ഈ ലോകത്തിൽ രക്ഷയുണ്ടാകുമായിരുന്നില്ല. വിശുദ്ധ ഉഡോൺ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ബലിയും ജീവിതവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. യേശുവിൻ്റെ ബലിയുടെ അർത്ഥവും ആഴവും അനുഭവിക്കാൻ ദൈവം നമുക്ക് അവസരം തരുന്നതിനെ ഓർത്ത് നമുക്ക് തമ്പുരാന് നന്ദി പറയാം. ദൈവം തന്ന വലിയ ദാനമാണ് വിശുദ്ധ കുർബാന എന്ന്. സഭയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ദാനമായിട്ട് സഭ കരുതുന്നത് ദൈവം ദാനമായിട്ട് നൽകിയ വിശുദ്ധ കുർബാനയെയാണ്. ഇതെന്നും കാത്തുപരിപാലിക്കാനും വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുവാനും സഭയെന്നും ശ്രദ്ധിച്ചിട്ടുണ്ട്. ദൈവം തന്ന ഈ വലിയ ദാനത്തെ ഓർത്ത് നന്ദി പറയുന്നതോടൊപ്പം അവയെ കൂടുതൽ കൂടുതൽ അനുഭവിക്കുവാനും കൂടുതൽ മനസ്സിലാക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ കുർബാനയുടെ വിവിധ തലങ്ങളെക്കുറിച്ചും അർത്ഥങ്ങളെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ചിന്തിച്ചു വരിക. വിശുദ്ധ കുർബാനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മാനത്തെക്കുറിച്ചാണ്, ഒരർത്ഥത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. വിശുദ്ധ കുർബാന നമ്മൾക്ക് അനുഭവവേദ്യമാക്കി തരുന്ന യുഗാന്ത്യ ദർശനം. വിശുദ്ധ കുർബാനയ്ക്ക് ഒരു യുഗാന്ത്യോന്മുഖതയുണ്ട്. ഇന്ന് അനുഷ്ഠിക്കപ്പെടുന്ന, ആഘോഷിക്കപ്പെടുന്ന ഒരു കർമ്മം എന്നതിനും അപ്പുറം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യവും നമുക്ക് തരുന്നതാണ്. നമ്മുടെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ തരുന്ന കൂദാശയാണ് വിശുദ്ധ കുർബാന. മരിച്ചവർക്ക് പ്രതീക്ഷ നൽകുന്ന കൂദാശ. എൻ്റെ മരിച്ചവരെക്കുറിച്ചുള്ള, നമ്മളുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള ദുഃഖത്തിൽ വേദനിച്ചിരിക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ് കുർബാന നമുക്ക് തരിക. കുർബാന എന്ന് പറയുന്നത് സ്വർഗീയ അനുഭവത്തിൻ്റെ മുന്നാസ്വാദനമാണ് എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്ത് സ്വർഗീയ അനുഭവമാണ് കുർബാന നമുക്ക് തരിക? കുർബാന നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ഞാനും ഉയർപ്പിക്കപ്പെടുമെന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ ഉയർപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഉയർപ്പിനെക്കുറിച്ചുള്ള ഉറപ്പാണ് നമ്മൾക്ക് തരിക. വിശുദ്ധ പൗലോസ്ലീഹ വളരെ വ്യക്തമായി ഈ കാര്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 21-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തു തൻ്റെ ശരീരം രൂപാന്തരീകരണം സംഭവിച്ചതുപോലെ നമ്മുടെ ശരീരത്തെയും രൂപാന്തരപ്പെടുത്തും എന്നാണ് തിരുവചനം നമ്മളോട് പറഞ്ഞു തരിക. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമുക്ക് തരുന്ന വലിയൊരു ഉറപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുണ്ട്. അത് നമ്മളുടെ ശരീരങ്ങളെ ദൈവം ഉയർപ്പിക്കുമെന്നുള്ളതാണ്, ക്രിസ്തുവിൻ്റെ ശരീരത്തെ പോലെ. അപ്പോൾ ഉദ്ധിതൻ്റെ ശരീരത്തെ നമുക്ക് കുർബാനയിൽ കാണാനായിട്ട് സാധിക്കുമ്പോൾ, ഉദ്ധിതൻ്റെ ശരീരത്തെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുമ്പോൾ നമ്മുടെ ശരീരങ്ങളും ഉയർപ്പിക്കപ്പെടുമെന്നുള്ള വലിയ ബോധ്യമാണ്, വലിയ ഉറപ്പാണ് ഓരോ കുർബാനയും നമ്മൾക്ക് തരുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ വിശ്വാസികളെ ധൈര്യപ്പെടുത്തുന്നത്
വിശുദ്ധ പൗലോസ് കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ 12-ാമത്തെ മുതലുള്ള തിരുവചനങ്ങളിൽ പറയുന്നു, ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതായി പ്രഘോഷിക്കപ്പെടുന്നെങ്കിൽ മരിച്ചവർക്ക് പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നതെങ്ങനെ? മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടു എന്നതുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ആഘോഷിക്കുന്ന, നമ്മൾ പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാന. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്കുണ്ടായ അനുഭവം നമുക്കറിയാം. അവൻ അപ്പമെടുത്ത് മുറിച്ച് അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ അവനെ തിരിച്ചറിഞ്ഞു, ഉത്ഥിതനെ തിരിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, ഓരോ കുർബാനയും ഉത്ഥാന അനുഭവം നമുക്ക് തരികയാണ്, ഉത്ഥിതനെ നമ്മൾക്ക് കാണിച്ചു തരികയാണ്, എമ്മാവൂസിലെ ശിഷ്യന്മാർക്കുണ്ടായ അനുഭവത്തിലെ പോലെ. അതുകൊണ്ട് ഈ ഉത്ഥാന അനുഭവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുക, എൻ്റെ ഉയർപ്പിനെക്കുറിച്ചുള്ള ബോധ്യത്തിൽ ഞാൻ ജീവിക്കണമെന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിന് അവസാനമുണ്ട്, ഈ ലോക ജീവിതത്തിന്. എന്നാൽ അവിടം കൊണ്ട് തീരുന്നതല്ല എൻ്റെ ജീവിതം. ഞാൻ ഈ ജീവിക്കുന്നത് ക്രിസ്തുവിനോടുകൂടെ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മരണമെന്ന് പറയുന്നത് ക്രിസ്തുവിനോടുകൂടെയുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കമാണ്. അപ്പോൾ ഈ ലോകത്തിൽ എങ്ങനെ നമ്മൾ ജീവിക്കണം? ക്രിസ്തുവിനോടുകൂടെ രൂപാന്തരപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കണം. എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട് എന്നും എൻ്റെ മരണശേഷം എനിക്ക് ഉയർപ്പുണ്ട് എന്നും ഓരോ കുർബാനയും എന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഉത്ഥാന അനുഭവമാണ് ഓരോ കുർബാനയും നമുക്ക് തരുന്നത്. ഈ ഉത്ഥാന അനുഭവം നമുക്ക് ഓരോ കുർബാനയും തരികയാണ്. അതുകൊണ്ട് കുർബാനയെ ഇപ്പോൾ നടക്കുന്ന ഒരു ചടങ്ങ് എന്നതിന് അപ്പുറത്തെ മാത്രം കാണാതെ അതിനപ്പുറത്തേക്ക് കുർബാനയിൽ നമ്മൾ കാണുന്ന ഉത്ഥിതനെ ദർശിക്കുവാനും, ആ ഉത്ഥിതനെ കാണുമ്പോൾ ക്രിസ്തു വാഗ്ദാനം ചെയ്ത എൻ്റെ ഉയർപ്പിനെക്കുറിച്ച് ചിന്തിക്കാനും സഭ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഓരോ കുർബാനയും ഈ വചനത്തെ നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ്. യേശുവിൻ്റെ ഉയർപ്പ് എൻ്റെ ഉയർപ്പിനുള്ള അടയാളമായി, ഉറപ്പായി സഭ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഓരോ കുർബാനയിലൂടെ. അപ്പോൾ കുർബാന തരുന്ന ഈ ഉത്ഥാന അനുഭവം, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അതനുഭവിക്കാതെ ഒരു കുർബാനയും നമ്മൾ വെറുതെ കളയരുത്. ഓരോ കുർബാനയിലും പങ്കെടുക്കുമ്പോൾ എൻ്റെ നിത്യജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ സഭ നമ്മളോട് ആവശ്യപ്പെടുകയാണ്, ക്രിസ്തു നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ഞാനും ഉയർപ്പിക്കപ്പെടും എന്നുള്ള വിശ്വാസം. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയവരെക്കുറിച്ചുള്ള വലിയ പ്രത്യാശയും ഓരോ കുർബാനയും നമുക്ക് തരുന്നുണ്ട്. മരിച്ചവർ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നവരാണ് എന്നുള്ള സത്യം ഓരോ കുർബാനയും നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മരിച്ചുപോയവരെ കുർബാനയിൽ ദർശിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവർ ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുന്നവരാണെങ്കിൽ പ്രിയമുള്ളവരെ, ഓരോ കുർബാനയിലും മരിച്ച വിശ്വാസികളുടെ ആത്മാക്കളെ ഓർക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അവരെ കാണാൻ നമുക്ക് ഭാഗ്യം ലഭിക്കും, അവരെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. ഈ ഒരു വലിയ വിശ്വാസം നമ്മളിൽ ആഴപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് സഭ എപ്പോഴും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കാരണം ക്രിസ്തു വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഉത്ഥാനം അവർക്ക് സ്വന്തമാവാൻ, പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ട് ഉത്ഥിതനോടുകൂടെ അവിടെ ആയിരിക്കണമെന്നുള്ള കൊതിയാണ്, ആഗ്രഹമാണ് സഭയ്ക്കുള്ളത്. ഈ ഉത്ഥാന അനുഭവം, ഈ ഉത്ഥാന ചിന്ത ഓരോ കുർബാനയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഭയുടെ കുർബാന ആഘോഷത്തിൽ വളരെ പ്രത്യേകമായിട്ട് നമ്മൾ കാണേണ്ട ഒരു വസ്തുതയാണ്, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ഞാനും ഉയർപ്പിക്കപ്പെടുമെന്നുള്ള ചിന്ത ഓരോ കുർബാനയും തരുന്നുണ്ട് എന്നുള്ളത്. ഈ ചിന്ത മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ എന്താണ് നടക്കുക? കൂടുതൽ വിശുദ്ധിയോടുകൂടെ ജീവിക്കാനുള്ള ഒരു താല്പര്യം എന്നിൽ ജനിക്കും. കൂടുതൽ വിശുദ്ധിയോടുകൂടെ ജീവിക്കാൻ ഉള്ള താല്പര്യം എനിക്ക് ലഭിക്കും. മറ്റുള്ളവരെ പോലെ ആവരുത്. ഉത്ഥാനം ചെയ്യേണ്ട ശരീരമാണ് എൻ്റെ ശരീരം.
ക്രിസ്തുവിനോടുകൂടെ ജീവിക്കേണ്ടവനാണ് ഞാൻ. ഈ ഉറപ്പോടുകൂടെ ജീവിക്കാനായിട്ടാണ് ഓരോ കുർബാനയും നമ്മളെ ക്ഷണിക്കുക. കുർബാനയിലെ പ്രാർത്ഥനകളൊക്കെ തന്നെ ഈ ചിന്ത നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മളെ ഓർമ്മപ്പെടുത്താൻ ഉതകുന്ന വിധമാണ്. കുർബാനയിൽ എത്രയോ തവണയാണ് ഈ ദൈവിക രഹസ്യത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, ഈ ഉത്ഥാന രഹസ്യങ്ങളെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കുർബാനയ്ക്ക് വിവിധ മാനങ്ങളുണ്ട് എന്ന് നമ്മൾ കാണുകയുണ്ടായി. വിവിധ മാനങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ ഉത്ഥാന അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുർബാന സ്വർഗീയ വിരുന്നിൻ്റെ മുന്നാസ്വാദനമായിട്ടാണ് സഭ ആഘോഷിക്കുക. എൻ്റെ ഉത്ഥാനത്തിന് ശേഷം, എൻ്റെ ശരീരം ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം, ക്രിസ്തുവിനോടുകൂടെ മഹത്വീകരിക്കപ്പെട്ടതിന് ശേഷം സ്വർഗത്തിൽ എനിക്കുണ്ടാകാനിരിക്കുന്ന അനുഭവം എന്താണോ ആ അനുഭവത്തിൻ്റെ മുന്നാസ്വാദനമാണ് ഇന്ന് കുർബാനയിൽ ഞാൻ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ അനുഭവിക്കേണ്ടത്. അതുകൊണ്ടാണ് സീറോ മലബാർ കുർബാനയിൽ കുർബാന സ്ഥാപന വചനങ്ങൾ ഉച്ചരിക്കുന്നതിന് മുമ്പ് വൈദികൻ ചൊല്ലുന്ന പ്രാർത്ഥന ഇപ്രകാരമാണ്: കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുന്നു. എൻ്റെ ഉത്ഥാനത്തിന് ശേഷം, എൻ്റെ മരണത്തിനും എൻ്റെ ശരീരം മഹത്വീകരിക്കപ്പെട്ടതിന് ശേഷം ഞാൻ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുമ്പോൾ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ എനിക്കുണ്ടാകാവുന്ന അനുഭവത്തിൻ്റെ മുന്നാസ്വാദനമായിട്ടാണ് കുർബാനയെ നമ്മൾ കാണേണ്ടത്. അതുകൊണ്ടാണ് കുർബാനയിൽ പ്രാർത്ഥിക്കുന്നത്: സ്വർഗീയ ഗണങ്ങളോടുകൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത സമർപ്പിക്കുന്നു. സീറോ മലബാർ കുർബാനയിലും സീറോ മലങ്കര കുർബാനയിലും ലത്തീൻ കുർബാനയിലും കത്തോലിക്കാ സഭയുടെ എല്ലാ കുർബാനകളിലും ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്: സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് അവനത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് നമുക്ക് പാടി സ്തുതിക്കാം. ഓശാന പാടി സ്തുതിക്കുന്നത് കുർബാനയിൽ നമ്മൾ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ കുർബാനയിൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ പങ്കെടുക്കേണ്ട ഒരു ഭാഗമാണ് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടുന്ന സകല സ്വർഗവാസികളോടും ചേർന്ന് ഞങ്ങളും അങ്ങേ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഗായക സംഘം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് പാടാനായിട്ട്, ഓശാന പാടാനായിട്ട്. ഈ ഓശാന പാടുക എന്ന് പറഞ്ഞാൽ ആ സമയത്തെ കുർബാനയിലെ ഗീതം നമ്മളെ ഓർമ്മിപ്പിക്കുക: ഉദ്ധിതൻ്റെ കൂടെ ഞാനായിരിക്കുമ്പോൾ. ഉദ്ധിതൻ്റെ കൂടെ ആരാ ഉള്ളത്? സ്വർഗവാസികൾ മുഴുവൻ, മാലാഖമാർ മുഴുവൻ, വിശുദ്ധ ഗണങ്ങൾ മുഴുവൻ ഈ ഉത്ഥാന അനുഭവം സ്വന്തമാക്കിയവരാ. അപ്പോൾ ഞാൻ ഉയർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ ആയിരിക്കേണ്ടത് ഇവരോടൊപ്പമാണ്. അപ്പോൾ ഞാൻ പാടാൻ പോകുന്ന, അപ്പോൾ ഞാൻ അനുഭവിക്കാൻ പോകുന്ന സന്തോഷത്തിൻ്റെ ഒരു മുന്നാസ്വാദനമാണ് ഈ കുർബാനയിൽ എനിക്ക് സഭയൊരുക്കി തരിക. അതുകൊണ്ടാണ് കുർബാനയിൽ ആ പാട്ടുകൾ പാടുന്നത്. പ്രിയമുള്ളവരെ, കുർബാനയുടെ അർത്ഥം മനസ്സിലാക്കി കഴിയുമ്പോൾ ഓരോ പ്രാർത്ഥനകളുടെയും ഓരോ ഗീതത്തിൻ്റെയും ലക്ഷ്യമെന്താണെന്നും അർത്ഥമെന്താണെന്നും അറിയുമ്പോൾ മാത്രമേ അനുഭവവേദ്യമായിട്ട് നമ്മൾക്ക് കുർബാന അർപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുർബാനയിൽ നമുക്ക് അശ്രദ്ധരായിട്ട് നിൽക്കാനായിട്ട് പറ്റില്ല, അലസതയോടെ നിൽക്കാനായിട്ട് പറ്റില്ല. കാരണം എനിക്ക് കിട്ടാവുന്ന സ്വർഗീയ അനുഭവത്തിൻ്റെ മുന്നാസ്വാദനമാണ് കുർബാനയെങ്കിൽ ആ അനുഭവം എനിക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കണം. ഓരോ കുർബാന കഴിയുമ്പോഴും ഈ സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് ആരാധിച്ചതിൻ്റെ, പാടി സ്തുതിച്ചതിൻ്റെ, ഉദ്ധിതനോട് ചേർന്നിരുന്നതിൻ്റെ സുഖവും സൗഖ്യവും എനിക്ക് കിട്ടിയിട്ടുണ്ടോ? ഈ മാലാഖമാരോട് ചേർന്ന് പാടിയ സന്തോഷത്തോടു കൂടിയാണോ ഞാൻ കുർബാന വിട്ട് പള്ളിയിൽ നിന്ന് പോവുക? അത് വെറും കാഴ്ചക്കാരനായിട്ട് മാത്രമായിരുന്നു ഞാൻ കുർബാനയിൽ പങ്കെടുത്തത്? പ്രിയമുള്ളവരെ, തമ്പുരാൻ്റെ തിരുമുമ്പിലിരുന്ന് എളിമയോടുകൂടി ആലോചിച്ചു നോക്കണം. സഭ നമ്മുടെ മുമ്പിൽ വെച്ച് നിൽക്കുന്ന ഈ വലിയ അനുഭവത്തെ സ്വന്തമാക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ? സഭയുടെ കുർബാനയിലെ സഭ ചെല്ലുന്ന പ്രാർത്ഥനകൾ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഞാൻ സ്വീകരിച്ചിട്ടുണ്ടോ? ഈ സ്വർഗീയ അനുഭവം കിട്ടാൻ കുർബാനയിലെ ഓരോ പ്രാർത്ഥനയും, ഓരോ പാട്ടും, ഓരോ ആംഗ്യവും, ഓരോ അടയാളവും ഈ അനുഭവം നമുക്ക് പ്രദാനം ചെയ്യാനായിട്ടാണ്, ഈ അനുഭവം നമുക്ക് തരാനായിട്ടാണ്.
അതുകൊണ്ടാണ് അച്ഛൻ ഈ സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കാനായിട്ടാണ് കുർബാനയിൽ വളരെ ആഘോഷപൂർവമായ തിരുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് ധൂപക്കുറ്റി ഉപയോഗിച്ച് കുറേ തിരികളൊക്കെ കത്തിച്ച് വളരെ ആഘോഷപൂർവ്വം കുർബാന ആഘോഷിക്കുന്നതിൻ്റെ കാരണം ഇത് സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനമാണ്. ഇത് സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനമാണ്. ഈ സ്വർഗീയ സന്തോഷം, എനിക്ക് കിട്ടാൻ പോകുന്ന സന്തോഷം എന്നെ ഓർമ്മപ്പെടുത്തുന്ന കർമ്മമാണ്. എൻ്റെ ഭാവിയെക്കുറിച്ച്, എൻ്റെ നിത്യജീവിതത്തെക്കുറിച്ചുള്ള എനിക്ക് അറിവ് തരുന്ന ഒരാഘോഷമാണ് കുർബാന. അതുകൊണ്ട് കുർബാനയിൽ പല പ്രാവശ്യം പ്രാർത്ഥനകളിൽ അച്ഛൻ ഇത് ആവർത്തിക്കും. ഈ വിശുദ്ധ കുർബാനയിൽ സീറോ മലബാർ സഭയിൽ റൂഹാക്ഷണ പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പോൾ ഇപ്രകാരമാണ് അച്ഛൻ അനുസ്മരിക്കുന്നത്. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പറയും, ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഏർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും സ്വർഗീയ ഗണങ്ങളോട് ചേർന്നുള്ള നിത്യജീവിതത്തിനും കാരണമാകട്ടെ. ഓരോ കുർബാനയും നമുക്ക് തരുന്നത് കടങ്ങളുടെ പൊറുതിയും പാപങ്ങളുടെ മോചനവും മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പും സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് ആരാധിക്കാനുള്ള അവസരവും. പ്രിയമുള്ളവരെ, എത്രയോ ഒരുക്കത്തോടുകൂടെ വരേണ്ട ഒരു കൂദാശയാണ് കുർബാനയെന്ന് ആലോചിച്ച് നോക്കിക്കേ. എത്രമാത്രം ഒരുങ്ങേണ്ടവരാണ് നമ്മൾ, എത്രമാത്രം പാപത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടവരാണ് നമ്മൾ. കാരണം ഓരോ കുർബാനയും ഈ പ്രത്യാശയാണ് നമുക്ക് തരുന്നത്. മരിച്ചവരുടെ ഉയർപ്പിനെക്കുറിച്ചുള്ള പ്രത്യാശ, അവസാന നാളുകളെക്കുറിച്ചുള്ള അറിവ്, സ്വർഗീയ ഗണങ്ങളോട് ചേരാനുള്ള ഭാഗ്യം. ഇത് ഓരോ കുർബാനയും നമുക്ക് തരുന്ന വലിയ ദാനമാണ്. പെസഹ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിച്ച അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ഓരോ പെസഹായും ഭാവിയിൽ പ്രതീക്ഷയോടുകൂടെ നോക്കുന്നതും കൂടെ. കുർബാനയും ആ രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടതെന്നും ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഓരോ കുർബാനയും വരാനിരിക്കുന്നതിനെ പ്രതീക്ഷയോടെ നോക്കിക്കാണാനുള്ള ഒരു വിളിയാണ് നമുക്ക് തരിക. അതുകൊണ്ട് ആദിമസഭ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു, മാറാനാത്ത കർത്താവേ വേഗം വരണമേ, കർത്താവേ വേഗം വരണമേ. ഈ കർത്താവിനോട് ചേർന്നിരിക്കാനുള്ള കൊതി കൊണ്ടാണ് ആദിമസഭ വിളിച്ചു പറഞ്ഞത്, മാറാനാത്ത കർത്താവേ വേഗം വരണമേ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നതാണ് ഈ സംഭവത്തെ, ഈ മാറാനാത്ത ഈ പ്രാർത്ഥനാ സഭയുടെ കർത്താവേ വേഗം വരണമേ. അപ്പോൾ ഓരോ കുർബാനയും ഓരോ വിശ്വാസിയെയും ഈ തമ്പുരാനോട് ചേർന്നിരിക്കാനായിട്ടുള്ള കൊതി മനസ്സിൽ സൂക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ വിളിച്ചു പറയുന്നത്, മരിക്കുന്നത് എനിക്ക് നേട്ടമാണ്, കാരണം ഞാൻ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാനായിട്ടാണ് മരണത്തിലൂടെ എനിക്ക് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഓരോ കുർബാനയും ഈ പ്രതീക്ഷയാണ് നമ്മുടെ മുമ്പിൽ വയ്ക്കുക, ഈ അനുഭവമാണ് നമ്മളിൽ വയ്ക്കുക. ഈ അനുഭവം തരാനായിട്ട് ആണ് ഓരോ കുർബാനയും ആഗ്രഹിക്കുക. ആദിമസഭ ഞായറാഴ്ച ദിവസം കുർബാന ആചരണത്തിന് തെരഞ്ഞെടുക്കാനുണ്ടായ ഒരു കാരണം, തുറിയാനി സഭാ പാരമ്പര്യങ്ങളിൽ പറയുക, കർത്താവിൻ്റെ ദിവസം എന്ന്, ഉദ്ധിതൻ്റെ ദിവസം തന്നെ ഞായറാഴ്ചയാണ് തമ്പുരാൻ്റെ രണ്ടാമത്തെ വരവുണ്ടാവുക എന്നവർ പ്രതീക്ഷിച്ചിരുന്നു. കർത്താവിൻ്റെ ഉത്ഥാന ദിവസമാണത്. ഈ ഉത്ഥാന ദിവസം തന്നെ ബലിയർപ്പിക്കാൻ, കുർബാന ആഘോഷിക്കാൻ അവർ തിരഞ്ഞെടുക്കാനുള്ള കാരണം, അത് കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ദിവസം എന്നതുപോലെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ദിവസവും കൂടെ ആയിരിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷയും കൂടെയാണ് ഈ കുർബാനയിലൂടെ അവർ പ്രകടമാക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് കുർബാന നമ്മുടെ മുമ്പിൽ വെച്ചു തരുന്ന ഈ വലിയ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഓരോ കുർബാനയും നമ്മുടെ മരണത്തെയും നമ്മുടെ ഉത്ഥാനത്തെയും കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഓരോ കുർബാനയും നമ്മുടെ ഉത്ഥാനത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്തുവിനോട് ചേരാനുള്ള കൊതി നമ്മളിൽ ഉണർത്തുകയാണ്. മരിച്ചവരെക്കുറിച്ചുള്ള വലിയ പ്രത്യാശ നമ്മുടെ മുമ്പിൽ വയ്ക്കുകയാണ്. കാരണം ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ നമ്മളും ഉയർപ്പിക്കപ്പെടും. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ നമ്മളും ഉയർപ്പിക്കപ്പെടും. പ്രിയമുള്ളവരെ, നമ്മുടെ മരിച്ചവരെ കുർബാനയിൽ ഉത്ഥിതനോടൊപ്പം കാണാൻ ഓരോ കുർബാനയിലും സഭ നമുക്ക് അവസരം തരുന്നതാണ്. നമ്മളുടെ മരിച്ചവരെ ഉത്ഥിതനോടൊപ്പം കാണാൻ. കാരണം മരിച്ചവർ ഉയർക്കുമെന്നുള്ളത് തമ്പുരാൻ പഠിപ്പിച്ച സത്യമാണ്. അതുകൊണ്ടാണ് സീറോ മലബാർ സഭയുടെ കുർബാനയിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത്,
ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ ഉത്ഥാനം വഴി നമ്മളുടെ മരിച്ചവർ ഉയർപ്പിക്കപ്പെടുമെന്നുള്ള വലിയ വിശ്വാസവും പ്രതീക്ഷയും ഓരോ കുർബാനയും നമുക്ക് തരുന്നുണ്ട് എന്നുള്ള വസ്തുത നമുക്ക് മറക്കാതിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ക്രിസ്തുവിനോട് ചേർന്ന് ഞാൻ മരിച്ചതിന് ശേഷം എനിക്ക് കിട്ടാൻ പോകുന്ന സ്വർഗീയ അനുഭവം എന്തോ അതെന്തൊക്കെയാണെന്ന് കുർബാന നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. കുർബാനയുടെ പ്രാർത്ഥനകൾ എടുത്ത് വായിച്ചു കഴിയുമ്പോൾ അത് അനുഭവത്തോടുകൂടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് ഉത്ഥാനത്തിന് ശേഷം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കാൻ ഭാഗ്യം ലഭിക്കുന്നത് പോലെ ഈ കുർബാനയിൽ നമുക്കും ഭാഗ്യം ലഭിക്കുകയാണ്. അതിൻ്റെ മുന്നാസ്വാദനമായി പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കാൻ. പ്രിയമുള്ളവരെ, ഈ ബോധ്യത്തോടുകൂടെ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എൻ്റെ ശരീരത്തിന് ഉയർപ്പ് തമ്പുരാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉയർപ്പിന് ശേഷം എനിക്കുണ്ടാകാവുന്ന സ്വർഗീയ അനുഭവം എന്താണെന്ന് ഓരോ കുർബാനയും നമ്മളെ പഠിപ്പിക്കുകയാണ്. ഓരോ കുർബാന അർപ്പണത്തിലും ഈ സ്വർഗീയ അനുഭവത്തിൽ നിന്നുകൊണ്ട്, ഈ ഉദ്ധിതനോട് ചേർന്ന് നിന്നുകൊണ്ട്, എൻ്റെ ഉത്ഥാനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കുർബാന ആഘോഷിക്കുവാൻ തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് അതിനുള്ള കൃപ നമ്മൾക്ക് തരട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.